കാലവർഷം കനക്കുകയാണ്. 11 ജില്ലകളിലാണ് റെഡ് അലേർട്ട്. തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലും മാത്രമാണ് ഓറഞ്ച് അലേർട്ട്. ഓറഞ്ച് അലേർട്ട് എന്ന് പറഞ്ഞാലും തീവ്ര മഴ തന്നെയാണ്. റെഡ് അതിതീവ്രമാണെങ്കിൽ ഓറഞ്ച് തീവ്ര മഴയാണ്. ഏറെക്കുറെ സമാന സാഹചര്യം തന്നെയാണ് എല്ലാ ജില്ലകളിലും. 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നിലവിൽ അവധിയാണ്. രാത്രി മഴയിൽ വലിയ നാശനഷ്ടമാണ് സംസ്ഥാനത്ത് ഒട്ടനേകം ഉണ്ടായത്. കേരളത്തിൽ മഴക്കെടുതികളിൽ 8 വീടുകൾ ഇതുവരെ പൂർണ്ണമായും തകർന്നു. 255 വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. 3 ക്യാമ്പുകളിലായി 47 പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. മൂവാറ്റുപുഴ വടക്കേക്കടവിൽ ഒഴുക്കിൽപ്പെട്ട് യുവാവിനെ കാണാതായ ഒരു സംഭവം വരുന്നു. കോഴിക്കോട് ജില്ലയിലും പലയിടത്തും വെള്ളക്കെട്ടും രൂക്ഷമാണ്. തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ രാജ്, കൊച്ചിയിൽ നിന്ന് സെയ്ഫുനീസ, കോഴിക്കോട് നിന്ന് രമ്യാദാസ് ചേരുന്നു. നമുക്ക് ആദ്യം അർജുനിലേക്ക് പോകാം. അർജുൻ, തിരുവനന്തപുരത്ത് ഈ കനത്ത മഴ നിൽക്കുന്നുണ്ട്. ഓറഞ്ച് അലേർട്ട് ആണെങ്കിലും കനത്ത മഴയാണ്. ഓറഞ്ച് അലേർട്ട് എന്ന് പറഞ്ഞാൽ തന്നെ തീവ്ര മഴ തന്നെയാണ്. മഴക്കെടുതികളാണ് ഇതിൽ ഏറ്റവും പ്രധാനം. നിലവിലെ മഴ സാഹചര്യം എങ്ങനെയാണ്? ഇപ്പോൾ മഴ കുറച്ച് മാറി നിൽപ്പുണ്ടെന്ന് തോന്നുന്നു അല്ലേ അർജുൻ? തിരുവനന്തപുരത്ത് മഴയ്ക്ക് ഒരു ശമനമുണ്ട്. മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ഒരു അതിതീവ്ര മഴ തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ഓറഞ്ച് അലേർട്ടാണ് നിലവിൽ തിരുവനന്തപുരത്ത് ഉള്ളത്. അതേസമയത്ത് ഉൾഭാഗത്തേക്കൊക്കെ ശക്തമായിട്ടുള്ള കാറ്റ് ഇന്നലെ രാത്രിയൊക്കെ ഉണ്ടായിരുന്നു. മഴ അത്ര ശക്തമല്ലെങ്കിൽ കൂടിയും കാറ്റ് വലിയ ഭീഷണിയായി തുടരുകയാണ്. പലയിടങ്ങളിലും വീടുകൾക്ക് മുകളിലേക്ക് മരം വീണുള്ള തരത്തിലുള്ള അപകടങ്ങൾ, വീടുകൾക്ക് കേടുപാട് പറ്റുന്ന അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ. കൊച്ചിയിൽ ഭയങ്കര മഴയാണ്. അതിതീവ്ര മഴ കൊച്ചിയിൽ നിലനിൽക്കുന്നുണ്ട്. സെയ്ഫുനീസയ്ക്ക് നിൽക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണെന്ന് തോന്നുന്നു. സെയ്ഫുനീസ, ഭീകര മഴയാണ്. സേതുലക്ഷ്മി, തീർച്ചയായും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചുവെങ്കിലും രാവിലെ ഒന്നും അതിശക്തമായ മഴ എറണാകുളം നഗരത്തിലുണ്ടായിരുന്നില്ല. കിഴക്കൻ മേഖലയിലായിരുന്നു ശക്തമായ മഴ ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു 7:15 കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് വന്നിരുന്നു. 60 കിലോമീറ്റർ വേഗതയിൽ 3 മണിക്കൂറിനുള്ളിൽ മഴയും കാറ്റും ശക്തമാകും എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ആ രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയുള്ളൂ ഇത്തരം രീതിയിൽ അതിശക്തമായ മഴ ആരംഭിച്ചിട്ട്. ശക്തമായ കാറ്റാണുള്ളത്. എല്ലാ ഭാഗങ്ങളിലും നല്ല മഴയാണ്. എറണാകുളം ജില്ല പരക്കെ ശക്തമായ മഴ പെയ്യുകയാണ്. കിഴക്കൻ മേഖലയിൽ പ്രത്യേകിച്ചും ഈ പുഴകളിലെല്ലാം തന്നെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. കുട്ടമ്പുഴ, കോതമംഗലം ഭാഗത്ത് മണികണ്ഠൻചാൽ ചപ്പാത്ത് പൂർണ്ണമായും മുങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ വഞ്ചിയിലാണ് ഇവിടെ നിന്ന് മറുകരയിലേക്ക് ആളുകളെ ഈ ആദിവാസി കോളനികളിൽ നിന്നടക്കം മറുകരയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും മഴ ശക്തമാവുകയാണ് എങ്കിൽ വഞ്ചിയിൽ എത്തിക്കുക എന്നുള്ളതും ദുഷ്കരമാകും. അങ്ങനെയെങ്കിൽ ഈ ഭാഗങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെടാനുള്ള സാധ്യതയുമാണ് ഉള്ളത്. നേരത്തെ നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഇന്നലെ മൂവാറ്റുപുഴയിൽ വട്ടക്കടവിൽ നിന്ന് ജോബി എന്ന 42-കാരനെ കാണാതായിരുന്നു. അദ്ദേഹത്തിനെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴും അദ്ദേഹത്തിനായുള്ള തെരച്ചിൽ തുടരുകയാണ്. ശക്തമായ കാറ്റാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ഭാഗത്തും അതിശക്തമായ മഴയാണ്. താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലാകുന്ന ഒരവസ്ഥയിലേക്കാണ്. എങ്കിൽ പോലും അപകടകരമായ നിലയിലേക്ക് പുഴകളിലെ ജലനിരപ്പ് ഉയർന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും നമുക്ക് ലഭ്യമാകുന്ന സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. പക്ഷേ ഈ റെഡ് അലേർട്ട് കണക്കിലെടുത്ത് അംഗൻവാടികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഒക്കെ തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ എറണാകുളം ജില്ലയിലെ തീരപ്രദേശങ്ങളിലാണെങ്കിലും കിഴക്കൻ മേഖലകളിലാണെങ്കിലും എല്ലാം തന്നെ അതിശക്തമായ മഴയാണ്. ഇന്നലെ ആലുവയിലും അതിശക്തമായ മഴയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആലുവയിലായിരുന്നു മഴ ശക്തമായി ഉണ്ടായിരുന്നത്. ഈ 2 ദിവസത്തിനിടെ ജില്ലയിൽ ഈ ശക്തമായ കാറ്റിലും മഴയിലും 29 വീടുകളാണ് ഭാഗികമായി തകർന്നത്. ഇതിൽ കൂടുതലും ദുരിതമുണ്ടായിരിക്കുന്നതെല്ലാം തന്നെ പറവൂർ ഭാഗങ്ങളിലാണ്. പറവൂരിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് ഈ 29 വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. ജില്ലയിൽ പലയിടത്തും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ട സ്ഥിതിയിലേക്കുമായി മാറിയിരിക്കുകയാണ്. കാരണം ഈ കോളനികളും താഴ്ന്ന പ്രദേശങ്ങളും എല്ലാം തന്നെ വെള്ളത്തിനടിയിലാകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. സേതുലക്ഷ്മി, തീർച്ചയായും സെയ്ഫുനീസ സേഫായിട്ട് നിൽക്കൂ. കാരണം ജില്ലയിൽ വ്യാപകമായിട്ട് മഴയുണ്ട്. കൊച്ചിയിൽ രാവിലെ മുതൽ തന്നെ മഴയുണ്ട്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് സമയങ്ങളിലായിട്ട് അതിശക്തമായ മഴയാണ്. കൊടും മഴയ്ക്ക് സമാനമാണ്. ഇപ്പോൾ ഈ കാലവർഷം തുടങ്ങുന്ന സമയത്ത് തന്നെ ഇമാതിരി മഴ പെയ്യുന്നതേ എല്ലാവർക്കും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമുക്കിനി കോഴിക്കോട്ടേക്കൊന്ന് പോകാം. അതിനുശേഷം അർജുനിലേക്ക് ഒരിക്കൽ കൂടി പോകാം. രമ്യ, കോഴിക്കോട്ടെ സംബന്ധിച്ച് ഒരുപാട് റെഡ് അലേർട്ട് നിൽക്കുമ്പോൾ തന്നെ മഴക്കെടുതികൾ ഭയങ്കരമായിട്ടും ഉണ്ട്. കോഴിക്കോട് നിന്ന് പ്രത്യേകിച്ച് ഗതാഗത സ്തംഭനം, മരങ്ങൾ വീണുള്ള അപകടങ്ങൾ, ചെറിയ തോതിലുള്ള മണ്ണിടിച്ചിൽ തുടങ്ങി ഏറെക്കുറെ എല്ലാ ഈ കെടുതികളും കോഴിക്കോട് നിന്ന് തുടക്കം മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ക്യാമ്പുകളൊക്കെ ഏതെങ്കിലുമൊക്കെ തുറന്നിട്ടുണ്ടോ? ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടോ? എന്താണ് കോഴിക്കോട്ടെ ഏറ്റവും പുതിയ അവസ്ഥ? ഇപ്പോൾ
രമ്യയെ കാണുമ്പോൾ ഒരു ആശ്വാസമാണ്, മഴ മാറി നിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ചെയ്തു. ഏകദേശം ഒരു 15 മിനിറ്റോളമായി കോഴിക്കോട് നഗരത്തിൽ ഇപ്പോൾ മഴ പെയ്യുന്നില്ല എന്ന് തന്നെ പറയാം. എങ്കിലും മലയോര മേഖല ഉൾപ്പെടെയുള്ള മേഖലയെല്ലാം നേരിയ തോതിൽ മഴയുണ്ട്. ഇപ്പോൾ നമ്മൾ നഗരത്തിലാണ് നിൽക്കുന്നത്. പൊതുവേ ഈ 3 ദിവസങ്ങളായി, ഇന്ന് 3ാമത്തെ ദിവസമാണ് ഇത്തരത്തിൽ. കഴിഞ്ഞ ദിവസം ഓറഞ്ച് അലർട്ടായിരുന്നു. ഇന്നലെയും ഇന്നും റെഡ് അലർട്ടാണ് കോഴിക്കോട് ജില്ലയിൽ നിലനിൽക്കുന്നത്. ഈ ചെറിയ തോതിൽ മഴ പെയ്താൽ തന്നെ വെള്ളക്കെട്ടുണ്ടാകുന്ന നഗരമാണ് കോഴിക്കോട്. ഈ കോഴിക്കോട് തുടർച്ചയായി ഇന്നലെ രാത്രി മുതൽ ഇന്ന് ഏകദേശം രാവിലെ വരെ ഒരു 15 മിനിറ്റ് മുൻപ് വരെ കനത്ത മഴ തന്നെയായിരുന്നു കോഴിക്കോട് ഉണ്ടായിരുന്നത്. ഈ കോഴിക്കോട് ടൗണിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ടൗണിൽ വലിയ തോതിലുള്ള വെള്ളക്കെട്ടുണ്ട്. കൂടാതെ തന്നെ കോഴിക്കോട് ജില്ലയിലെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വിലങ്ങാട് മാത്രമാണ് 9 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. ബാക്കി മാവൂർ മേഖലകളെല്ലാം ഏകദേശം ഒരു 3ഓളം കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മറ്റുമായി മാറിയിട്ടുണ്ട്. എങ്കിൽ കൂടി ബാക്കിയുള്ള മേഖലകൾ, അതായത് വെള്ളക്കെട്ട് പല മേഖലകളും നിലനിൽക്കുന്നുണ്ട്. ഇവിടെ നിന്നും ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കാനുള്ള നടപടികൾ ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ പഞ്ചായത്ത് അധികൃതരും സ്വീകരിച്ചു വരുന്നുണ്ട്. നിലവിൽ 2 ദിവസമായി പെയ്യുന്ന മഴയിൽ 40 വീടുകളാണ് ഈ കോഴിക്കോട് ജില്ലയിൽ തകർന്നിട്ടുള്ളത്. അതായത് മരങ്ങൾ വീണും മറ്റു നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളത് 40ഓളം വീടുകൾക്കാണ്. കൂടാതെ 4 മരണങ്ങളും ഈ 2 ദിവസത്തിനിടയിൽ ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. നിലവിൽ ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളമായി മഴ മാറി നിൽക്കുന്നു എന്ന് പറയാം. ഇന്നും ശക്തമായ കാറ്റില്ല. കഴിഞ്ഞ 2 ദിവസങ്ങളിലും ശക്തമായ കാറ്റും ജില്ലയിൽ അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളമായി മഴ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് നഗരത്തിൻ്റെ അവസ്ഥയാണ്. ദൃശ്യങ്ങൾ നമുക്ക് കാണാം. പലരും റോഡ് മുറിച്ച് കടക്കുന്ന വെള്ളക്കെട്ടിലൂടെയാണ്. ശക്തമായ വെള്ളക്കെട്ടാണ് നഗരത്തിൽ തന്നെ നിലനിൽക്കുന്നത്. കൂടാതെ ഈ താഴ്ന്ന പ്രദേശങ്ങളിലും അതിശക്തമായ വെള്ളക്കെട്ടുകളുണ്ട്. വെള്ളം കയറി, ചില വീടുകളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. അതിൽ ഈ മാവൂർ മേഖലയിലുള്ള വീടുകളിലാണ് ഏകദേശം ഒരു 3ഓളം വീടുകളിൽ നിന്നുള്ള ആളുകൾ കുടുംബങ്ങളിലേക്ക്, ബന്ധുവീടുകളിലേക്കാണ് മാറി പാർപ്പിച്ചിട്ടുള്ളത്. മറ്റു സ്ഥലങ്ങളിലെല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ അതുപോലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. വിലങ്ങാട് 9 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. സേതു. ശരി രമ്യ, കോഴിക്കോട് നഗരത്തിൽ മഴക്കെടുതികളുണ്ട്. നമ്മൾ ഈ കാണുന്നത് ഈ റോഡിലൊക്കെ നല്ല പെരുവെള്ളം കയറിയിട്ടുണ്ട്. ആളുകളൊക്കെ നടന്നു പോകാനൊക്കെ അമ്പേ ബുദ്ധിമുട്ടുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. തിരുവനന്തപുരത്തേക്ക് ഒരിക്കൽ കൂടി പോകാം. അർജുനെ, തിരുവനന്തപുരത്തും ഇതുപോലെ വെള്ളക്കെട്ടൊക്കെ, ചെറിയ മഴ പെയ്യുമ്പോൾ തന്നെ പണ്ടൊന്നും ഇങ്ങനത്തെ ഒരു വെള്ളക്കെട്ടൊന്നും തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ കാലാവസ്ഥയിലൊക്കെ പ്രകടമായ മാറ്റങ്ങൾ വന്നു തുടങ്ങിയ സമയം മുതൽ തന്നെ തിരുവനന്തപുരത്ത് ചെറിയ മഴ പെയ്താൽ തന്നെ പണ്ട് വെള്ളക്കെട്ടില്ലാതിരുന്ന സ്ഥലത്ത് പോലും വെള്ളക്കെട്ടുകൾ വന്നതാണ്. പ്രത്യേകിച്ച് ഈ തമ്പാനൂര്, SS കോവിൽ റോഡ്, കഴക്കൂട്ടം ഭാഗങ്ങളിലൊക്കെ വെള്ളക്കയറ്റമൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഡാമുകളൊക്കെ പലതും ഇന്നലെയൊക്കെ തുറന്നിരുന്നു. ഡാമുകളുടെ, നദികളുടെയൊക്കെ അവസ്ഥ എന്താണ്? സേതു, തിരുവനന്തപുരത്തെ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട തരത്തിലേക്ക് മഴ മാറിയിട്ടില്ല. മറ്റെല്ലാ ജില്ലകളെയും അപേക്ഷിച്ച് നിലവിൽ മഴ ഏറ്റവും കുറവ് കിട്ടുന്ന ജില്ല എന്നത് തിരുവനന്തപുരത്താണ്. പക്ഷേ കുറവെന്ന് പറയുമ്പോൾ മറ്റ് ജില്ലകളെ അപേക്ഷിച്ചാണ്. സാമാന്യം തരക്കേടില്ലാതെ തിരുവനന്തപുരത്ത് മഴ പെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ പെയ്യുക എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് മഴയുടെ രീതി. എവിടെയും വെള്ളക്കെട്ട് നിലവിൽ രൂപപ്പെട്ടില്ല. സേതു പറഞ്ഞതുപോലെ തന്നെ ഒരു മഴ തുടർച്ചയായി കുറച്ചു നേരം പെയ്താൽ മതി, പ്രധാനപ്പെട്ട തലസ്ഥാനത്തെ നഗരത്തെ റോഡുകളിലൊക്കെ വെള്ളക്കെട്ട് രൂപപ്പെടാറുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ കുറെ കൂടി ഒരു ജാഗ്രതയും മുൻകരുതലും ഒക്കെ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ഡ്രൈനേജ് ഒക്കെ കൃത്യമായി ക്ലീൻ ചെയ്ത് പോയിരുന്നു. ഇനി നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് പ്രത്യേകം നോക്കണം. നിലവിൽ എന്തായാലും തിരുവനന്തപുരത്ത് ആശങ്കപ്പെടേണ്ട തരത്തിൽ മഴ വ്യാപിച്ചിട്ടില്ല. അതേസമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാറ്റ് ഒരു അപകടാവസ്ഥയായി തുടരുന്നുണ്ട്. ഇന്നലെ രാത്രിയും വലിയ രീതിയിലുള്ള കാറ്റ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് ഒരു വീട് തകർന്നിട്ടുണ്ട്. അതായത് ഭാഗികമായി വീടിന് കേടുപാട് പറ്റിയിട്ടുണ്ട്. വെള്ളാറിലാണ് വീടിന് മുകളിലേക്ക് ഒരുപാട് മരങ്ങൾ, ഒന്നല്ല ഒരുപാട് മരങ്ങൾ ശക്തമായിട്ടുള്ള കാറ്റിൽ ഒരു വീടിന് മുകളിലേക്ക് മറിഞ്ഞ് അതിൻ്റെ മേൽക്കൂര തകർന്നു. വെള്ളാറിലാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ കാറ്റുണ്ടാക്കുന്ന അപകടങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ മഴ വലിയൊരു ഭീഷണിയായി നിലവിൽ തിരുവനന്തപുരത്ത് ഇല്ല. ഓറഞ്ച് അലർട്ടാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത്ര വലിയ ശക്തമായിട്ടുള്ള മഴ നിലവിൽ തലസ്ഥാനത്തില്ല. അതേ സമയത്ത് തന്നെ മഴ പെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിലവിലുണ്ട്. ആകാശം മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷം നിലവിൽ തലസ്ഥാനത്തുണ്ട്. രാവിലെ മഴയുണ്ടായിരുന്നു. നിലവിൽ ഒരു മഴ കനത്ത തരത്തിലേക്ക് പോകാവുന്ന തരത്തിൽ ഇപ്പോൾ തലസ്ഥാനത്ത് ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. സേതു. ശരി അർജുൻ. അപ്പോൾ നിലവിലെ മഴ സാഹചര്യങ്ങൾ, വിവിധ ജില്ലകളിലെ മഴ സാഹചര്യങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ട
റിപ്പോർട്ടർമാർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ രാജും, കൊച്ചിയിൽ നിന്ന് സൈഫ് നീസയും, കോഴിക്കോട് നിന്ന് രമ്യാദാസും. തിരുവനന്തപുരത്തും കോഴിക്കോടൊക്കെ ഇപ്പം മഴ കുറച്ചൊന്ന് മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ കൊച്ചിയിൽ അങ്ങനെയല്ല, അത് ഭീകര മഴയാണ്. കൊച്ചിയിൽ രാവിലെ ഇറങ്ങുമ്പോൾ മുതൽ തുടങ്ങിയ മഴയാണ്. ഇപ്പോഴും അത് കൂടുതൽ ശക്തിപ്പെടുന്നതല്ലാതെ തോരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല.